തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദൽ എന്ന നിലയിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഗ്യാരണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ആ തിരഞ്ഞെടുപ്പ് എത്രമാത്രം റെട്ടറിക്കുകൾ നിറഞ്ഞതാണെങ്കിലും അടിസ്ഥാനമായി അത് വോട്ട് രേഖപ്പെടുത്തുന്നത് ആസ്പിറേഷണൽ ഇന്ത്യക്ക് വേണ്ടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മോഹങ്ങൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ജീവിതത്തിന് കൊടുക്കുന്ന വിലയാണ് ഒരു വോട്ട് എന്ന് പറയുന്നത്. അവരെ പ്രലോഭിപ്പിക്കാൻ പറ്റും ഒരു തവണ, ചിലപ്പോൾ 2 തവണ. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കിയാൽ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഷൈനിങ് ഇന്ത്യ ക്യാമ്പയിൻ നമ്മൾ കണ്ടതാണ്. ആ കാലഘട്ടത്തിൽ കർഷകരും വീട്ടമ്മമാരും എങ്ങനെയാണ് വിധി എഴുതിയതെന്ന് കണ്ടതാണ്. മോദിയുടെ 2ാമത്തെ ഭരണകാലത്തിലും മോദിയുടെ ആദ്യത്തെ ഭരണകാലത്തും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സ്ത്രീകൾ വിധി എഴുതിയിരിക്കുന്നത് എന്ന്. ഇവിടെ സൂക്ഷ്മമായി നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഗ്യാരണ്ടികളെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നതായി കാണാം. ഒന്ന്, ജനക്ഷേമ പദ്ധതികൾക്ക് ദേശീയ താൽപ്പര്യത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുകയോ അഥവാ ജനക്ഷേമ പദ്ധതികൾക്ക് ശേഷമാണ് രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അരവിന്ദ് കെജ്രിവാൾ സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാം. നേഷൻ ഫസ്റ്റ് എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ മാത്രം ഗ്യാരണ്ടിയാണ്. ആദ്യത്തെ 1ഉം 2ഉം 3ഉം ഗ്യാരണ്ടികൾ നിൽക്കുന്നത് ആം ആദ്മിക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. BJP-യിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഹൈപ്പർ നാഷണലിസത്തിൻ്റെ, അമിത ദേശീയതയുടെ, ഏതെങ്കിലും വംശീയതയുടെ മാത്രം അരികുപറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളല്ല, പകരം റെട്ടറിക്കിനും അപ്പുറത്തേക്ക് വസ്തുതകളെ യാഥാർത്ഥ്യത്തോടു കൂടി അവതരിപ്പിക്കുന്നു. അപ്പോൾ സാധാരണ ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക എടുത്തു നോക്കുമ്പോൾ അതിൽ പഠിക്കാൻ, രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ളൊരു കാര്യം, സംഭവിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പദ്ധതികളായിട്ട് പറയത്തുള്ളൂ, നടപ്പാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ എത്രയാണ് അതിന് ചിലവ് വരുന്നത് എന്നത് കൃത്യമായി പറയും. ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ഇലക്ട്രിസിറ്റി. സൗജന്യ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പോകുന്നു. 200 മെഗാവാട്ട് വൈദ്യുതി സാധാരണക്കാരായിട്ടുള്ള ആം ആദ്മിയിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് അതിന് കണക്ക് പറയുന്നുണ്ട്. ആ കണക്കിങ്ങനെയാണ്: 1.25 ലക്ഷം കോടി രൂപ ചിലവാകും. എങ്ങനെയാണ്? ഇപ്പോൾ കൊടുക്കുന്ന 3 ലക്ഷം, അല്ലെങ്കിൽ ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന 2 ലക്ഷം കോടിയിൽ നിന്ന് 3 ലക്ഷം കോടി മെഗാവാട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അതിന് ഈ രാജ്യത്ത് ശേഷിയുണ്ട്. ആ ശേഷിയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഇലക്ട്രിസിറ്റി പാവങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും സൗജന്യമായിട്ട്. അതിന് 1.25 ലക്ഷം കോടി രൂപ ചിലവ് വരും. അത് കണ്ടെത്തും ഞാൻ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അപ്പോൾ അതൊരു സ്വപ്ന വാഗ്ദാനം മാത്രമല്ല, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്നു. 2ാമത്തെ ജനക്ഷേമ പദ്ധതിയിൽ അദ്ദേഹം വീണ്ടും പറയുന്നു വിദ്യാഭ്യാസം. അവിടെ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ആളുകൾ വോട്ട് ചെയ്യുന്നത്? എനിക്കൊന്ന് ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായിട്ട് അറിയാം, ഏറെ കാലം ഡൽഹിയിൽ ഇരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ അഫയർ എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അവിടെ അത് വിദ്യാഭ്യാസം മികച്ച പ്രൈവറ്റ് വിദ്യാഭ്യാസത്തോളം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാക്കി മാറ്റി പൊതുമേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെ നിങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നിക്ഷേപത്തിൻ്റെ ചെലവ് കുറഞ്ഞു. അവിടെ ഡൽഹിയിലെ ഒരു സാധാരണ മലയാളിക്ക്, അല്ലെങ്കിൽ ഡൽഹിയിലെ ഒരു സാധാരണ നിവാസിക്ക്, ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരാളുടെ വലിയ തുക വിദ്യാർത്ഥികളുടെ നിക്ഷേപത്തിന് പോകുമായിരുന്നത് പൊതു സ്കൂളുകൾ നവീകരിച്ചതിലൂടെ കുറവ് വന്നു. 3ാമത്തെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ ഏറ്റവും എക്സ്പെൻസീവ് അഫയർ വിദ്യാഭ്യാസവും ചികിത്സയുമായിരുന്നു. മൊഹല്ല ക്ലിനിക്കുകൾ വന്നു ലൊക്കാലിറ്റികളിൽ. അവിടെയും അദ്ദേഹം പറയുന്നു 5 ലക്ഷം കോടി രൂപ വേണ്ടി വരും. അതെനിക്കെന്നറിയാം, പക്ഷേ അത് ഞാൻ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കും 5 ലക്ഷം കോടി രൂപ എന്നുള്ളതാണ്. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം, ഈ മദ്യനയ അഴിമതി കേസൊക്കെ വരുമ്പോൾ ആ മദ്യനയം സർക്കാർ ഒരു ക്യാബിനറ്റ് ഡിസിഷനാണ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു. ഡൽഹി സർക്കാരിന് പണം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു അത്. അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും സഞ്ജയ് സിംഗിനും കൊണ്ടുപോയിട്ട് സ്വകാര്യ എസ്റ്റേറ്റുകൾ വാങ്ങാനായിരുന്നില്ല എന്നതാണ് ആം ആദ്മി പാർട്ടി കരുത്തോടെ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഉണ്ണി ബാലകൃഷ്ണൻ, ഇത് ഡൽഹിയിലെ വോട്ടർമാർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി നോക്കൂ, 15 ലക്ഷം എവിടെ? എൻ്റെ ഗ്യാരണ്ടി നോക്കൂ, സ്കൂളുകൾ ഇവിടെ. മോദിയുടെ ഗ്യാരണ്ടി നോക്കൂ, എവിടെ 2 കോടി തൊഴിൽ? എൻ്റെ ഗ്യാരണ്ടി ഇവിടെ, മൊഹല്ല ക്ലിനിക്കുകൾ ഇവിടെ. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മോദിയെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്ന ആ പ്രധാനപ്പെട്ട ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്പാരിസൺ തന്നെ വളരെ രസകരമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേഷൻ ഫസ്റ്റില്ല, ചൈന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അവിടെയും മോദിക്ക് കുത്താണ്. നിങ്ങൾ വലിയ ഹൈപ്പർ നാഷണലിസവും 56 ഇഞ്ചും ഒക്കെ ആണല്ലോ പറയുന്നത്. പക്ഷേ ചൈന കൊണ്ടുപോയി ഇന്ത്യയുടെ ഭാഗം തിരിച്ചുപിടിക്കാൻ ആർമിക്ക് ഞങ്ങൾ അധികാരം കൊടുക്കും എന്നാണ്. നയതന്ത്ര ചാനലിലൂടെയും ഒപ്പം സൈനികമായിട്ടും നടപടി നേരിടും, ഞങ്ങൾ നടത്തും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാഷണലിസത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, മോദിയെ വിശ്വസിക്കരുത് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. എന്തിനു പറയുന്നു? അഗ്നിവീർ,
അത് ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും പഞ്ചാബിലും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. അവിടുത്തെ ജനത ഏറ്റവും കൂടുതൽ വോട്ട് റിക്രൂട്ടീസ് ആണ്. അപ്പോൾ അഗ്നിവീർ പദ്ധതി നടപ്പാക്കും, ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുന്നു. അപ്പോൾ ഈ പദ്ധതികളെല്ലാം വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക്, അത് വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്. പിണങ്ങി നിൽക്കുന്ന പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഒക്കെ കർഷകരെ സംബന്ധിച്ച് ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടി അല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ 50% മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്തും. അപ്പോൾ ചുരുക്കത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഗ്യാരണ്ടി മോദിയേക്കാൾ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്നതും നടപ്പാക്കാതെ പോയ മോദി ഗ്യാരണ്ടിയും നടപ്പാക്കപ്പെട്ട കെജ്രിവാൾ ഗ്യാരണ്ടിയുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. Meet the editors.